ഒരുപാട് ത്യാഗം സഹിച്ചാണ് പുട്ടുകുറ്റി ജീവിച്ചത്. ആരുമില്ലെങ്കിലും അവളുടെ സന്തോഷം അവളിൽ മാത്രം ഒതുക്കി ജീവിച്ചു പോന്നു. സിനിമാ നടൻ ദിലീപ് വൈറ്റിലയിൽ ദേ പുട്ട് റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോൾ അവൾ ഒരുപാട് അഭിമാനിച്ചു. വായി നോക്കിയായി ഗ്യാസ് കുറ്റി അവളെ പ്രപ്പോസ് ചെയ്തെങ്കിലും ആ തടിയനെ ഇഷ്ടമല്ലെന്നവൾ മുഖത്ത് നോക്കി പറഞ്ഞു. അതിന് പ്രതികാരമായി അവൻ ഇന്നും അവളുടെ മൂട്ടിൽ ഗ്യാസ് ഇട്ട് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. മൂട്ടിൽ തീ കത്തുമ്പോ അവൾ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. വെന്താവി പറക്കുമ്പോ കുക്കറിനെ പോലെ തനിക്കും വിസിലില്ലല്ലോ എന്നോർത്ത് അസൂയപ്പെട്ടിട്ടില്ല. പുട്ടായി കഴിഞ്ഞ് പിന്നിൽ നല്ല കുത്തു കിട്ടുമ്പോ പ്രസവ വേദന കൊണ്ട് പൊളഞ്ഞെങ്കിലും ഉണ്ണിപ്പുട്ടിന് ജന്മം നൽകുമ്പോ അവൾ ആ നോവ് മറന്നു. പക്ഷേ താൻ വെന്ത് പ്രസവിച്ച പുട്ടിനെ ഓർത്ത് മാത്രം അവൾ ഒരുപാട് നൊന്തു. പെറ്റിട്ട നാൾ മുതൽ പറയുന്നതൊക്കെ തള്ളാണെന്നറിഞ്ഞപ്പോ അവനെ ആരും വിശ്വസിച്ചില്ല. തള്ളി പിള്ളയുണ്ടാക്കി എന്നും പറഞ്ഞ് അവൻ അവന്റെ തള്ളയെ എന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. പുട്ടിന് ഒരുപാട് അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിരുന്നത്രേ. പഴത്തിന്റെ കൂടെയും പപ്പടത്തിന്റെ കൂടെയും കടലക്കറിയുടെ കൂടെയും ഒക്കെ കുഴഞ്ഞു മറിഞ്ഞ് അഴിഞ്ഞാടി നടക്കുകയാണെന്ന് കേട്ടപ്പോൾ അവൾ അതും വിശ്വസിച്ചില്ല. ഒരിക്കൽ ചെറുപഴത്തിന്റെ തുണിയൂരി കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഫോട്ടോ വീട്ടിലെ